ചിലത് വാശി കൊണ്ടുണ്ടാവുന്ന കരച്ചിലുണ്ടാവും. ചില കരച്ചിലുകൾ വരുന്നത് നിസ്സഹായാവസ്ഥയെന്ന് മനുഷ്യർ കരയും. നമ്മൾ പാരന്റിങ്ങിലൊക്കെ വിട്ടുപോകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് വല്ലാത്ത രീതിയിൽ അവരുടെ വളർച്ചയെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതിലൊന്നാണ് എങ്ങനെയാണ് കുട്ടികളുടെ വൈകാരികമായ വളർച്ചയെ, ഇമോഷണൽ ഡെവലപ്മെന്റിനെ നമുക്ക് ബെറ്ററായിട്ട് അസിസ്റ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ കുട്ടികൾ വളരുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മൾ പലതും ഒബ്സേർവ് ചെയ്താണ് മനസ്സിൽ പഠിച്ചെടുക്കുന്നത്. മോഡലിങ്ങിലൂടെയാണ് പലപ്പോഴും നമ്മൾ ഇമോഷൻസിനെ റെഗുലേറ്റ് പഠിക്കുന്നത്. നമ്മുടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് പോലും നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ നോക്കി കണ്ടിട്ടാണ്. അപ്പോൾ ഇതിൽ പാരൻസിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. എങ്ങനെ കൃത്യമായി ഇവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ അസിസ്റ്റ് ചെയ്യാം. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഒന്ന് നമ്മുടെ ആസ് പാരന്റ് നമ്മുടെ ആങ്കർ മാനേജ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, അഡ്രസ് ചെയ്യുന്നത്, അത് അവർ കാണുന്നുണ്ട്. മറ്റൊരു കാര്യമാണ് ഇമോഷനെ ലേബൽ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളത്. കുട്ടികൾക്ക് അവർക്ക് എക്സ്പീരിയൻസ് ആകുന്ന ഇമോഷനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമ്മൾ അതിന് പേരിട്ട് വിളിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് വാശിയാണ്. എല്ലാ കരച്ചിലുകളും എന്തല്ല സങ്കടം കൊണ്ടുണ്ടാവുന്നതല്ല. ചിലത് വാശി കൊണ്ടുണ്ടാവുന്ന കരച്ചിലുണ്ടാവും. ചില കരച്ചിലുകൾ വരുന്നത് നിസ്സഹായാവസ്ഥയെന്ന് മനുഷ്യർ കരയും. അങ്ങനെ അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റിങ്ങിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അവരുടെ തന്നെ ഇമോഷനെ ലേബൽ ചെയ്യാനും അതിനെ ഐഡന്റിഫൈ ചെയ്യാനും. അങ്ങനെ ചെയ്യുമ്പോഴാണ് അഡോളസെന്റ് ഒക്കെ ആകുന്ന സമയത്ത്, ടീനേജ് ഒക്കെ ആകുന്ന സമയത്ത് അവർക്ക് അവരുടെ ഇമോഷനെ പ്രോപ്പറായി റെഗുലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഇമോഷൻ റെഗുലേഷൻ്റെ ലെസൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈൽഡ്ഹുഡിൽ നിന്നാണ്. ചെറുപ്പത്തിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് അവർ കണ്ടു പഠിക്കും, പിന്നെ നമ്മുടെ ഇൻവോൾവ്മെൻറ്റിലൂടെ അത് പഠിക്കും. അപ്പോൾ അവിടെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഹെൽത്തി ആയിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയാൽ അത് തന്നെ വലിയൊരു ലിറ്റിൽ കെയർ ആണ്.